നമസ്കാരം, ഞാൻ ജിജി മാരിയോ. സാധാരണ എല്ലാവരും കരുതുന്നത് പുരുഷന്മാരിലാണ് തെറ്റായ ബന്ധവും അവിഹിത ബന്ധവും കൂടുതൽ എന്നാണ്. പക്ഷേ പഠനം പറയുന്നത് വിവാഹം കഴിച്ച പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരുപോലെയാണ് ഈ ബന്ധങ്ങൾ കാണുന്നത് എന്നാണ്. ഇന്നിപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഭർത്താക്കന്മാരെ ചതിക്കുന്നത്, അതിനുണ്ടാകുന്ന സാഹചര്യങ്ങൾ, സാധ്യതകൾ, സന്ദർഭങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. ഒന്നാമതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കുടുംബത്തിൽ ഭാര്യനെ നിരന്തരമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന ഭർത്താവും ആ ഭർത്താവിന് തന്നെ പല സ്ത്രീകളുമായിട്ടുള്ള അവിഹിതമായ ബന്ധങ്ങൾ, തെറ്റായ ബന്ധങ്ങളുണ്ടെങ്കിൽ അത് ഭാര്യ അറിയുകയും പിന്നീടും ആ ബന്ധം തുടർന്ന് പോവുകയും ചെയ്തുകൊണ്ടേയിരുന്നാൽ ഭാര്യ വാശിയോട് ഭർത്താവിന് വേദനിക്കണമെന്ന് കരുതി തന്നെ ഒരിത്തിരി വാശിക്കും വെല്ലുവിളിക്കുമായിട്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് വീണു പോകാറുള്ള സാധ്യത ഉണ്ടാകാറുണ്ട്. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ പൊതുവെ ആഗ്രഹിക്കുന്ന രണ്ട് തരത്തിലുള്ള കെയർ ഉണ്ട്. എക്സ്റ്റേണൽ കെയർ ആൻഡ് ഇൻറ്റേർണൽ കെയർ. എക്സ്റ്റേണൽ കെയർ എന്ന് പറയുമ്പോൾ വീട്, കാറ്, മക്കളുടെ പഠനം, ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആണ് എക്സ്റ്റേണൽ കെയർ എന്ന് പറയുന്നത്. ഇത് മിക്കവാറും എല്ലാ പുരുഷന്മാരുടെയും ഒരു ധാരണയാണ്, ഈ എക്സ്റ്റേണൽ കെയർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാമായി സ്ത്രീകൾ സാറ്റിസ്ഫൈഡ് ആണ് എന്ന്. അല്ല, അതൊരു തെറ്റായ ധാരണയാണ്. ഇതേപോലെ തന്നെ ഇതിലും ഒരു പടി മുന്നിലാണ് ഇൻറ്റേർണൽ കെയറിന് സ്ത്രീകൾ കൊടുക്കുന്ന പ്രാധാന്യം. അതായത് ഇൻറ്റേർണൽ കെയർ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കെയറിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന 3 തരം കെയറാണ്: അറ്റൻഷൻ, അഫെക്ഷൻ ആൻഡ് അപ്രീസിയേഷൻ. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കാതാവുമ്പോൾ അവരുടെ ഇമോഷണൽ ടാങ്ക് കാലിയാവുകയാണ് ചെയ്യുന്നത്. ഈ ഇമോഷണൽ ടാങ്ക് കാലിയാവുമ്പോൾ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവുകയാണ് പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മനസ്സിലേക്ക് കയറുവാനായിട്ട്. ഈ ലൂപ്പ് ഹോൾ വഴി അവർ സ്ത്രീകളുടെ മനസ്സിൽ ഇടം പിടിക്കാറുണ്ട്. അപ്പോൾ ഈ ഇമോഷണൽ ടാങ്ക് ഫില്ല് ചെയ്യുകയും അവരെ ഇമോഷണലി സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു പുരുഷൻ പുറത്തുനിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് ആ പുരുഷന്മാരോട് അടുപ്പവും ഉണ്ടാവുകയും ഒരു ചായവും ഉണ്ടാവുകയും ആ അടുപ്പം പല തെറ്റായ ബന്ധങ്ങളിലേക്ക് നയിക്കാനും ഭർത്താക്കന്മാരെ ചതിക്കാനുള്ള സാധ്യത ഉണ്ടാകാറുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കുടുംബം ഒരു യാന്ത്രികമായിട്ട് പോകുമ്പോൾ, അതായത് ഒരു മെക്കാനിക്കൽ ലൈഫായിട്ട് പോകുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വസ്ത്രങ്ങൾ കഴുകുന്നു, അലക്കുന്നു, വൃത്തിയാക്കുന്നു, അത്താഴം ഉണ്ടാക്കുന്നു, കിടന്നുറങ്ങുന്നു. അതിലൊരു പുതുക്കം തോന്നുന്നില്ല, ഒരു പുതുമ തോന്നില്ല. റൊട്ടീൻ വർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വലിയൊരു ഹാപ്പിനെസ്സോ ഒരു ഇൻറ്റിമസിയോ ഒന്നും കണ്ടെത്താൻ പറ്റാതെ പോകുന്നു. വിവാഹം കഴിച്ചു, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിതം പോകണം, മരിക്കുന്നവരെ ജീവിച്ചു പോകണം, ആ ഒരു മനോഭാവം, ഒരു ആറ്റിറ്റ്യൂഡാണ് കുടുംബത്തിൽ ഉള്ളത് എങ്കിൽ അവിടെ ഇൻറ്റിമസി ഉണ്ടാവുന്നില്ല. അതേസമയം ഈ ഇൻറ്റിമസി പുറത്തുള്ള ആരിലെങ്കിലും കാണുമ്പോൾ, അതായത് ഏതെങ്കിലും ഒരു പുരുഷന്മാരിൽ ഓഫീസിലോ അല്ലെങ്കിൽ വഴിയാത്രയിലോ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമ്പോൾ ആ പുരുഷന്മാരിൽ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമാണ് സ്ത്രീകൾക്ക് അങ്ങോട്ടൊരു ചായ്വ് ഉണ്ടാവും. ഈ ചായ്വ് ഭർത്താക്കന്മാരെ ചതിക്കാനും അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിന് ആക്കം കൂട്ടാനുള്ള കാരണമാകുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സമൂഹത്തിലെ ഉന്നതരോട്, ഒരു വലിയ പദവി നിലനിർത്തുന്നവരോട്, സ്റ്റാർ വാല്യൂ ഉള്ളവരോട്, എന്തെങ്കിലും രീതിയിൽ ഫേമസ് ആയ ആൾക്കാരോടൊക്കെ സ്ത്രീകൾക്ക് പൊതുവെ ഒരു ആരാധനാ മനോഭാവം തോന്നാറുണ്ട്. ഈ ആരാധന അവർക്ക് കൂടുതൽ അടുപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ അടുപ്പം കൂടുതൽ സമ്പർക്കത്തിലേക്ക് പോകാറുണ്ട്. അങ്ങനെയുള്ള ഈ അടുപ്പവും സമ്പർക്കവും ഒക്കെ കിടപ്പ പങ്കിടുന്നത് വരെ എത്തിച്ചേരാറുണ്ട്. പക്ഷേ ഇത് ഒരു വലിയ തെറ്റായിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ ഇത് അവർക്കൊരു സ്നേഹമില്ലാതെ തന്നെയും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകാൻ അവർ സാധ്യത കൂടുതലാണ്. അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണെന്ന് വെച്ചാൽ, അവർ ചിന്തിക്കുന്നത് ഇങ്ങനെ ഇത്തരക്കാരുമായിട്ടുള്ള ഒരു സമൂഹത്തിൽ ഒരു ഉന്നതത്തിലിരിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എനിക്ക് പ്രസ്റ്റീജ് ഇഷ്യൂ വർദ്ധിപ്പിക്കും, അതൊരു ഗമയാണ്, മറ്റുള്ളവരെ കാണിക്കാനുള്ളൊരു ഗമയാണെന്നുള്ള ധാരണയിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. പിന്നീടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതേപോലുള്ള സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള അടുപ്പം അവർ വെക്കുന്നതിന് വേറൊരു കാരണം കൂടെയുണ്ട്. സ്വന്തം പേര് ഒന്ന് വളർത്താനായിട്ട്, ഒരു പ്രശസ്തി, ഫെയിമിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ലൊരു പൊസിഷന് വേണ്ടിയിട്ടും ഇത്തരക്കാരുമായിട്ടുള്ള അടുപ്പങ്ങൾ അവർ വെച്ച് പുലർത്താറുണ്ട്. സ്വന്തം പേര്, ഒരു പൊസിഷൻ, ഫെയിം, ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ ഈസി ആയിട്ട് ആ ബന്ധം പുലർത്തുകയും അവർ കിടപ്പറ പങ്കിടാനും ഭർത്താക്കന്മാരെ ചതിക്കാനും ഒരു കാരണമായി വരാറുണ്ട്.
അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നും വലിയ കാര്യമില്ല, ഇതൊന്നും തെറ്റൊന്നുമല്ല, എല്ലാവരും ചെയ്യുന്നതല്ലേ. അതിലിപ്പോൾ ഞാൻ ചെയ്തു, ഒരു 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 ദിവസം ഒരാളോടൊരു ബന്ധം വെച്ച് പുലർത്തി, അവരോടൊരു പ്രണയം തോന്നി, ഒരു അടുപ്പം തോന്നി എന്ന് പറഞ്ഞ് എന്തിനാ ഇത്ര കുറ്റബോധപ്പെടാനുള്ള ഒരു കാര്യം? ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യമല്ലേ എന്നുള്ളൊരു നിസ്സാരമായ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സീരിയസ് ആയിട്ടുള്ള അല്ലാതെ ഉള്ള ഒരു നിസ്സാരവൽക്കരിച്ച് കാണുന്ന ഒരു രീതി അവിടെ മനസ്സിലുണ്ടാകുന്ന ചിലരുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർ ഈസി ആയിട്ട് ഒരു മറ്റു പല റിലേഷൻഷിപ്പിലേക്കും പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അസാന്നിധ്യം, അതായത് വിദേശത്ത് നിൽക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ഗൾഫിൽ ജോലി ചെയ്യുന്നവരോ ഒക്കെ ഉണ്ടെങ്കിലും ആ ഭർത്താവിൻ്റെ അസാന്നിധ്യം സ്ത്രീകളെ വല്ലാതെ ബാധിക്കാറുണ്ട്. അതേസമയം ആ അസാന്നിധ്യത്തിൽ ഭാര്യനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന പുരുഷന്മാരുണ്ടാകാറുണ്ട്. വില്ലേജ് ഓഫീസിൽ, പഞ്ചായത്തിൽ, മക്കളുടെ സ്കൂളിൻ്റെ കാര്യത്തിൽ, ഹോസ്പിറ്റൽ കേസിൽ, അങ്ങനെ പല കാര്യങ്ങളിലായാലും ഭാര്യനെ സപ്പോർട്ട് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന പുരുഷന്മാരുണ്ടാകാറുണ്ട്. ആ പുരുഷന്മാരോടും സ്വാഭാവികമായിട്ടും ഒരു അടുപ്പം ഉണ്ടാവുക സാധാരണമാണ്. ആ അടുപ്പം ചില തെറ്റായ ബന്ധങ്ങളിലേക്കും വേർപിരിയാൻ പറ്റാത്ത ബന്ധങ്ങളിലേക്കും ഒളിച്ചോട്ടങ്ങളിലേക്കും ഒക്കെ നയിക്കുന്നുണ്ട്. അതങ്ങനെ ഭർത്താവിനെ ചതിക്കുന്ന ചില സ്ത്രീകളും ഉണ്ട്. അതുപോലെ തന്നെ വിവാഹത്തിന് മുൻപ് ഒരുപാട് സ്വപ്നങ്ങൾ മെനഞ്ഞു കൂട്ടുന്ന സ്ത്രീകളുണ്ട് എല്ലാവരും. അപ്പോൾ ആ സ്വപ്നങ്ങൾ കാണുന്ന പോലെ അവരുടെ സ്വപ്നത്തിലുള്ള ഒരാളായിരിക്കില്ല ഭർത്താവ്. അപ്പോൾ അവർ തമ്മിലൊരു കെമിസ്ട്രി മാച്ച് ആവാതെ പോകും. അപ്പോൾ ഭർത്താവിൻ്റെതായ വേറൊരു രീതി, ഭാര്യയ്ക്ക് ഭാര്യയുടേതായ വേറൊരു രീതി. ഭാര്യ പറയുന്ന കാര്യങ്ങൾ ഭർത്താവിന് മനസ്സിലാവുന്നില്ല, ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ ഭാര്യയ്ക്ക് മനസ്സിലാവുന്നില്ല. രണ്ടും രണ്ട് തരത്തിൽ പോകേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ വല്ലാതെ വിമിഷ്ടപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ തൻ്റെ കെമിസ്ട്രിക്ക് മാച്ചാവുന്ന രീതിയിൽ പുറത്തുനിന്നും ഏതെങ്കിലും ഒരു പുരുഷന്മാരെ സ്ത്രീകൾ കാണാനും കണ്ടുമുട്ടാനും ഒരു അടുപ്പം പുലർത്താനും ഇടയാവുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ സാധ്യത കൂടുതലാണ് അവരോട് ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാവുകയും സമ്പർക്കം ഉണ്ടാവുകയും വേറൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകാൻ കാരണമാവുന്നുണ്ട്. അത് ഭർത്താക്കന്മാരെ ചതിക്കാനും ഒരു കാരണമായി വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഏറ്റവും വലുത് നമുക്ക് തിരിച്ചറിവ് തന്നെയാണ്. ഇപ്പം ഇത്തരത്തിലുള്ള ചില ബന്ധങ്ങളിൽ പെട്ട് കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ഓർക്കുക, ഇതൊന്നും ശാശ്വതമല്ല. എല്ലാം എപ്പോഴും നമ്മളുടെ ഭർത്താവ് തന്നെയാണ് നമ്മുടെ മരണം വരെയും നമ്മളുടെ കൂടെ ഉണ്ടാവുക. അതേസമയം നമ്മൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങളും റിലേഷൻഷിപ്പും നമ്മൾ ചിന്തിക്കുകയും പറയുകയും അവരോടുള്ള അടുപ്പം പുലർത്തുകയൊക്കെ ചെയ്യുമ്പോൾ പല അസ്വസ്ഥതയിലും കുടുംബത്തിലുണ്ടാവുന്നു. മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നു, നമ്മുടെ മനസ്സമാധാനം തകർക്കുന്നു, നമുക്ക് കുറ്റബോധം കൂടുന്നു, വല്ലാതെ ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് പേരെ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു തിരിച്ചു വരിക, നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.